നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തെക്കുംകര പഞ്ചായത്ത് ഞാറ്റുവേല ചന്ത വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. 4 വർഷമായി പെൻഷൻ തടഞ്ഞുവച്ചതിൽ പ്രതിഷേധിച്ച് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് ഫോറം നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. മാടക്കത്തറ പഞ്ചായത്ത് ഞാറ്റുവേല ചന്ത പ്രസിഡന്റ് ഇന്ദിരാമോഹൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. തെക്കുംകര പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി തൈക്കൂട നൽകി നിർവഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സുനിൽകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, VC സജീന്ദ്രൻ, മെമ്പർമാരായ AR കൃഷ്ണൻകുട്ടി, K രാമചന്ദ്രൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ച് മാനേജർ വേലായുധൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി തൈകൾ, വിത്ത്, വളം എന്നിവയെല്ലാം ഞാറ്റുവേല ചന്തയിൽ ലഭ്യമാണ്. തെക്കുംകര കൃഷി ഓഫീസർ റോസ് ചാക്കോ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ശാന്തി ഉണ്ണികൃഷ്ണൻ നന്ദിയും അറിയിച്ചു. ഞങ്ങളുടെയൊന്നും അല്ലെ ഇവിടെ ഇരിക്കുന്നവരുടെ അതിനു മുമ്പൊക്കെ പ്രളയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പൊ അതുകൂടി ചേർന്ന ഒരു സാഹചര്യത്തില് ഈ കാലാവസ്ഥയെ അതിജീവിക്കുന്ന രീതിയിലുള്ള കാർഷിക സമൃദ്ധിയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ശക്തമായ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവമാണ്. അപ്പൊ നമ്മുടെ പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഇടപെടലുകൾ അനിവാര്യമാണ്. അപ്പോൾ നമ്മൾ പുഴയിലെ ജോലികൾ ആരംഭിച്ചു. പുഴയിലെ ജോലികൾ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു നിശ്ചിത സമയം പുഴ നന്നാക്കാൻ വേണ്ടി വേനലൊഴിഞ്ഞ് കിട്ടൂലോ. പക്ഷെ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നു, വല്ലാതെ മഴ പെയ്യുന്നു. നമുക്ക് നമ്മുടെ ആ ഭാരം 4 വർഷത്തിലധികമായി പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചിരിക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് ഫോറം നടത്തിവരുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം 14 ദിവസം പിന്നിട്ടു. കാർഷിക സർവകലാശാല VCയുടെ തൊഴിലാളി വിരുദ്ധ നിലപാട് തിരുത്തണമെന്നും പ്രോസ് ചാൻസലർ കൂടിയായ കൃഷിമന്ത്രി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നും വ്യാഴാഴ്ചത്തെ സമരം ഉദ്ഘാടനം ചെയ്ത് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി അംഗവും കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PK ഷാജൻ ആവശ്യപ്പെട്ടു. ഡോക്ടർ രഞ്ജൻ S കരിപ്പായി അധ്യക്ഷനായി. VS സത്യശീലൻ, CR ദാസ്, B ഷിറാസ്, PM രമേശ് ചന്ദ്രൻ, NV ചന്ദ്രൻ, PV രാധ, ഡോക്ടർ S എസ്റ്റിലിറ്റ എന്നിവർ സംസാരിച്ചു. വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം മണ്ണുത്തി പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനെ തുടർന്ന് സർവകലാശാലയുടെ മെയിൻ ഗേറ്റിലാണ് സത്യാഗ്രഹം തുടരുന്നത്. കടുത്ത നിലപാട് സ്വീകരിച്ചാലും പ്രതികൂല കാലാവസ്ഥയിലും ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് പെൻഷനേഴ്സ് ഫോറം ഭാരവാഹികൾ പറഞ്ഞു. P ശ്രീജിത്ത്, അനിത വേണുഗോപാൽ, P മധുസൂദനൻ, CK ജയരാജൻ, MR ശാരദ, PR കല്യാണി, KB നളിനി, PV മോഹനൻ, AG രാജേന്ദ്രബാബു, OG ശാന്ത എന്നിവർ സത്യാഗ്രഹമിരുന്നു. കാരണം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ സമരം ചെയ്യാൻ പാടില്ല എന്ന ഭരണാധികാരികൾ തീരുമാനിച്ചിരിക്കുക. അപ്പൊ അല്പമൊന്ന് പൊന്തിട്ടുണ്ട്. ഇതാരെയാ നിങ്ങൾ പുറത്താക്കണത് എന്നൊന്ന് ചിന്തിക്കണ്ടേ? പുറത്താക്കുന്നത് ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇപ്പോ ഈ സമരം ചെയ്യുന്നവരുടെ കാൽപ്പാടുകൾ മുഴുവൻ ഇവിടെ കാണും. അവിടെ ഓടി നടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് അന്തസ്സായ ജീവിതം നയിക്കുകയും യൂണിവേഴ്സിറ്റിയെ അന്തസ്സാക്കുകയും ചെയ്ത ആദരണീയരായവർ അവരുടെ ആവശ്യങ്ങൾ പറയാൻ സമരം നടത്തിയപ്പോ നമ്മളെ സമരപ്പന്തല് പൊളിച്ച് പുറത്താക്കി. സമരപ്പന്തല് പൊളിച്ച് നേരെ നാം കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സമരപ്പന്തല് പൊളിക്കലും ഈ സമരപ്പന്തൽ പൊളിക്കലും രണ്ടും രണ്ടാണ്. ഒരു വിവേകമുള്ള ഒരു ഭരണാധികാരി അത് ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജഗത്ത് എനിക്ക് മുമ്പറിയാം. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു.
തിരുനാൾ ദിനമായ വ്യാഴാഴ്ച ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോർജ് തേർമഠം മുഖ്യ കാർമ്മികനായി. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് വചനസന്ദേശം നൽകി. ഫാദർ റിഥിൻ ചിറ്റിലപ്പള്ളി സഹകാർമ്മികനായി. തിരുനാൾ പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ ജോജു പനക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ റെജി തോമസ്, ഡീക്കൻ മൈക്കിൾ, കൈക്കാരന്മാരായ ഷോയ് മാളിയേക്കൽ, സണ്ണി മാളിയേക്കൽ, ഷാജി തട്ടിൽ, സന്തോഷ് ആട്ടോക്കാരൻ എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജൂലൈ 9 ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് പുത്തൂരിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. പുത്തൂർ കുരിശുമൂലയിൽ നിന്നും ആരംഭിച്ച കാൽനട ജാഥ പുത്തൂർ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ യോഗം CITU ജില്ലാ സെക്രട്ടറി KP പോൾ ഉദ്ഘാടനം ചെയ്തു. TS മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. PG ഷാജി, PU പ്രേമദാസൻ, EN അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ ഏകദേശം വരുന്ന 130 കോടി ജനങ്ങളിലെ 125 കോടിയിലേറെ ജനങ്ങൾ തൊഴിലാളികളാണ്, കർഷകരാണ്. വ്യത്യസ്ത രീതിയിലുള്ള തൊഴിലെടുക്കുന്നവരാണ്, കാർഷിക തൊഴിലാളികളാണ്. അപ്പോൾ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നം രാഷ്ട്രത്തിൻ്റെ പ്രശ്നമാണ്, ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്തെ ബാധിക്കുന്ന, ഇവിടുത്തെ ജനകോടികളെ ബാധിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾ, അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഇന്ത്യൻ ഭരണകൂടത്തിനുള്ള ഉത്തരവാദിത്വം മുൻപ് നടന്ന ദേശീയ സമരങ്ങളിലും ദേശീയ പണിമുടക്കങ്ങളിലും ഇന്ത്യയിലെ മോദി ഗവൺമെൻറ്റിനോടും അതിനു മുൻപുണ്ടായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന UPA യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് കോൺഗ്രസ് ഐക്ക് മുൻപൈ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിനോടും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പണിമുടക്കങ്ങളിലെല്ലാം ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയനുകൾ അല്ലെങ്കിൽ ചുവന്ന കൊടി പിടിക്കുന്ന ട്രേഡ് യൂണിയനുകൾ മാത്രമല്ല, ഭാരതീയ മസ്ദൂർ സംഘം എന്ന് പറയുന്ന BMS അന്ന് ഈ ദേശീയ ട്രേഡ് യൂണിയൻ വേദിക്ക് രൂപം കൊടുക്കുമ്പോൾ അതിനകത്ത് പങ്കാളികളായിരുന്നു. നെല്ലിക്കുന്ന് വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ ദേവാലയത്തിൽ ഭാരത അപ്പസ്തോലൻ മാർത്തോമാ ശ്ലീഹായുടെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. 6 മണിക്കും 10:30 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിച്ചു. ഫാദർ ബിജു വാഴപ്പള്ളിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ റാസ തിരുനാൾ കുർബാനയുണ്ടായി. ഫാദർ ജോൺ പേരാമംഗലം തിരുനാൾ സന്ദേശം നൽകി. കുർബാനയ്ക്കു ശേഷം സെന്റ് മേരീസ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം നടന്നു. ഉച്ചയ്ക്ക് 2 മണിവരെ നടന്ന ഊട്ട് നേർച്ചയിൽ നിരവധി പേർ പങ്കെടുത്തു. വികാരി ഫാദർ പോൾസൺ തട്ടിൽ, അസിസ്റ്റന്റ് വികാരി ആന്റണി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ജോൺസൺ അക്കര, ജോർജ് ചിറമൽ, KD ജെയിംസ്, ലിജോ ചിരിയങ്കണ്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. ₹4,500 ഹെഡ്സെറ്റിന് തകരാർ. 19,500 രൂപ നൽകാൻ തൃശൂർ ഉപഭോക്തൃ കോടതി വിധി. ഹെഡ്സെറ്റിന്റെ തകരാർ ആരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. തൃശൂർ പറപ്പൂക്കരയിലുള്ള കള്ളിക്കടവിൽ വീട്ടിൽ സജിത്ത് ഫയൽ ചെയ്ത ഹർജിയിലാണ് ചാലക്കുടിയിലുള്ള SMS ഡിജിറ്റൽ ഷോപ്പ് ഉടമ, ബാംഗ്ലൂരിലെ ഹാർമൻ ഇന്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്നിവർക്കെതിരെ വിധിയായത്. ഹർജിക്കാരൻ 4,500 രൂപ നൽകിയാണ് ഹെഡ്സെറ്റ് വാങ്ങിച്ചത്. ഹെഡ്സെറ്റിന്റെ വയർ വിട്ടുപോകുന്ന തകരാർ കാണിച്ചു പരാതിപ്പെട്ടപ്പോൾ ഉൽപ്പന്നം മാറ്റിത്തന്നുവെങ്കിലും തകരാർ ആവർത്തിക്കപ്പെട്ടു. തുടർന്ന് ബന്ധപ്പെട്ടപ്പോൾ യാതൊന്നും ചെയ്യാൻ നിർവാഹമില്ല എന്ന് മറുപടി ലഭിച്ചു. കടയുടമയ്ക്കെതിരെയും നിർമ്മാതാവായ ഹാർമൻ കമ്പനിക്കെതിരെയും സജിത്ത് ഹർജി ഫയൽ ചെയ്തു. കോടതി നിയോഗിച്ച വിദഗ്ധ കമ്മീഷണർ പരിശോധന നടത്തി തകരാറുകൾ റിപ്പോർട്ട് ചെയ്തു. തെളിവുകൾ പരിഗണിച്ച് പ്രസിഡന്റ് CT സാബു, മെമ്പർമാരായ ശ്രീജ S, R രാമോഹൻ എന്നിവരടങ്ങിയ തൃശൂർ ഉപഭോക്തൃ കോടതി ഹർജിക്കാരന് ഹെഡ്സെറ്റിന്റെ വിലയായ 4,500 രൂപയും നഷ്ടപരിഹാരമായി 10,000 രൂപയും ചിലവിലേക്ക് 5,000 രൂപയും നൽകാൻ കൽപ്പിച്ച് വിധി പുറപ്പെടുവിച്ചു. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി വാദം നടത്തി. മാടക്കത്തറ പഞ്ചായത്ത് ഞാറ്റുവേല ചന്ത 2025 ജൂലൈ 2 ബുധനാഴ്ച നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഞാറ്റുവേലയോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള കുരുമുളക് വള്ളികൾ, ജൈവ ജീവാണു വളങ്ങൾ എന്നിവ വിതരണം ചെയ്തു. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ അധ്യക്ഷയായിരുന്നു.
മെമ്പർമാരായ പുഷ്പ ചന്ദ്രൻ, സിമി, കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റന്റുമാർ, ADC അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിഭവനിൽ ഇന്ന് വരെ വിത്തും വളവും അതുപോലെ തന്നെ പച്ചക്കറിയുടെ തൈയും മറ്റുള്ള ഹൈബ്രിഡ് തൈകളും ആറ്റിടാതെ തന്നെ നമുക്ക് കർഷകർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് പച്ചക്കറി വന്നതൊക്കെ ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള വിതരണം അല്ലായിരുന്നു. നമ്മൾ വിവിധ ഗ്രാമസഭകളിലും വിവിധ പ്രദേശങ്ങളിലും കൊണ്ടുവച്ച് എല്ലാ കർഷകർക്കും ഇത് കിട്ടട്ടെ, ഗ്രൂപ്പിലൂടെ അല്ലാതെയുള്ളൊരു വിതരണം കൂടിയാണ് നടത്തിയിരുന്നത്. അതൊരു മാതൃകാപരമാണ്. ഇനിയും പ്രോജക്റ്റുകൾ വേണ്ടത് നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് നമ്മുടെ ജില്ലയ്ക്ക് മാതൃകയായി തന്നെ കേരസംരക്ഷണ സേന രൂപീകരിച്ച് ആളുകളുടെ തെങ്ങ് തടന്നുറക്കലും വളമിടലും തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കലും തെങ്ങിന് മരുന്ന് കൊടുക്കലും അതുപോലെ തന്നെ കുമ്മായ മറ്റുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടവേള. Mediplas Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരിയിൽ നിന്ന് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ട് ഒളിവിൽ കഴിയുന്നതിനിടെ പോലീസ് പിടികൂടിയ കൊടും കുറ്റവാളി വടിവാൾ വിനീതിനെ വടക്കാഞ്ചേരിയിലെത്തിച്ചു. വടക്കാഞ്ചേരി പോലീസ് ഓട്ടുപാറയിലെ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. വടക്കാഞ്ചേരി മേഖലയിൽ വിനീതിനെതിരെ 2 കേസുകൾ നിലവിലുണ്ട്. അകമലയിൽ നിന്ന് പൾസർ മോഷ്ടിച്ച സംഭവത്തിൽ വടക്കാഞ്ചേരിയിൽ തെളിവെടുപ്പിന് എത്തിക്കുന്നതിനിടയിലാണ് വിനീത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടത്. പോലീസും നാട്ടുകാരും നാട് അരിച്ചുപെറുക്കിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന രാഹുൽ അന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലായി. ഇതിനിടെ കുമ്പളങ്ങാടുള്ള വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന റോയൽ എൻഫീൽഡ് ബൈക്കിലാണ് വിനീത് അതിസാഹസികമായി രക്ഷപ്പെട്ടത്. ആലപ്പുഴയിൽ നിന്നാണ് വിനീതിനെ കഴിഞ്ഞ രാത്രിയിൽ പോലീസ് പിടികൂടിയത്. കലാലയ വിദ്യാർത്ഥികൾ സാമ്പത്തിക ഉന്നമനം മാത്രം ലക്ഷ്യം വെച്ച് അറിവ് സമ്പാദിക്കരുതെന്നും സമൂഹ നിർമ്മിതിക്ക് ആവശ്യമായ കരുണാർദ്രമായ മനോഭാവം പഠന സമയത്ത് വളർത്തിയെടുക്കണമെന്നും മേജർ PJ സ്റ്റൈജു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഡിഗ്രി നവാഗത വിദ്യാർത്ഥികൾക്ക് സംഘടിപ്പിച്ച വിജ്ഞാനോത്സവം 2025 മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് PV നിവാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ PS വിജോയ് അധ്യക്ഷത വഹിച്ചു. IQAC കോർഡിനേറ്റർ ഡോക്ടർ TD ശ്രീജ 4 വർഷ ഡിഗ്രിയും സാധ്യതകളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ VP അനുശ്രീ ആശംസകൾ അറിയിച്ചു. അക്കാദമി കോർഡിനേറ്റർ ഡോക്ടർ ലക്ഷ്മി ശങ്കർ സ്വാഗതവും അഡ്മിഷൻ നോഡൽ ഓഫീസർ PP സന്തോഷ് നന്ദിയും അറിയിച്ചു.
ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ വിജ്ഞാനോത്സവം 2025 ഉദ്ഘാടന തത്സമയ സംപ്രേഷണം കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിരുന്നു. കുഴൂർ ജന്മശതാബ്ദി ശതനാരായണം പുരസ്കാരം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്ക് സമർപ്പിക്കും. പഞ്ചവാദ്യ കുലപതി പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാരുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ശതനാരായണം എന്ന പേരിൽ ഒരു വർഷമായി നടക്കുന്നു. 2024 മെയ് മാസം ആരംഭിച്ച ശതാബ്ദി ആഘോഷങ്ങൾ 3 ഘട്ടമായി വിവിധ പരിപാടികളോടെ കലാലോകത്തെ പ്രതിഭകൾക്ക് പുരസ്കാരം നൽകി ആഘോഷിക്കുന്നു. 2025 ഓഗസ്റ്റ് 9 ശനിയാഴ്ച നടക്കുന്ന സമാപന യോഗത്തിൽ ശതനാരായണം പുരസ്കാരം പ്രശസ്ത വാദ്യകലാകാരൻ വാദ്യവിസ്മയം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്ക് നൽകാൻ സംഘാടക സമിതി തീരുമാനിച്ചു. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. സംഘാടക സമിതി കൺവീനർ മധു വാരണാട്ട്, ചെയർമാൻ PG സത്യപാലൻ, കണ്ണൻ മാധവൻ, ശ്രീജിത്ത് പെരുമ്പിള്ളി, ശ്രീരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശീയപാതയിൽ അശ്രദ്ധമായി വാഹനങ്ങൾ നിർത്തിയിടുന്നത് മൂലം അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും നടപടിയെടുക്കാതെ പോലീസും ദേശീയപാത അതോറിറ്റിയും. കൂടുതൽ രാത്രി സമയങ്ങളാണ് ദേശീയപാതയിൽ വാഹനങ്ങൾ അശ്രദ്ധമായി നിർത്തിയിടുന്നത്. ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. എപ്പോഴും ദേശീയപാതയിൽ പട്രോളിംഗ് നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം വാഹനങ്ങൾ കണ്ടാൽ അവ മാറ്റിയിടാനോ പിഴ ഈടാക്കാനോ തയ്യാറാകുന്നില്ല. എന്നാൽ പകൽ സമയത്ത് ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങളെ കൈകാണിച്ച് നിർത്തി പിഴ ഈടാക്കാൻ ഉദ്യോഗസ്ഥർ മറക്കാറില്ല. ദേശീയപാതയിലെ ആവശ്യമായ വെളിച്ചക്കുറവ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു. രാത്രി സമയങ്ങളിൽ വലിയ വാഹനങ്ങൾ ഇത്തരത്തിൽ ദേശീയപാതയിൽ അലക്ഷ്യമായി നിർത്തിയിടുന്നതിനെതിരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇനിയെങ്കിലും നടപടി ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. തൃശൂർ ജില്ലാ കോൾ കർഷക സംഘം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 7 കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നെല്ലിന്റെ സംഭരണ വില കിലോയ്ക്ക് 35 രൂപയാക്കുക, സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ച ഇൻസെന്റീവ് പുനഃസ്ഥാപിക്കുക, ആവശ്യമായ കുമ്മായം വിതരണം ചെയ്യുക, പമ്പ് സ്ഥാപിച്ച് കരാർ നടപ്പിലാക്കുക, റെഗുലേറ്റർ കം അറ്റകുറ്റപ്പണികൾ നടത്തി യന്ത്രവൽക്കരിക്കുക, വിള ഇൻഷുറൻസ് കുടിശ്ശിക നൽകുക. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇക്കൊല്ലം വിള ഇറക്കുന്നില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മുരളി പെരുന്നല്ലി MLA, സെക്രട്ടറി KK കൊച്ചുമുഹമ്മദ്, NK സുബ്രഹ്മണ്യൻ, KK രാജേന്ദ്രബാബു, PR വർഗീസ് എന്നിവർ പങ്കെടുത്തു. മണ്ണുത്തി കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജിയിൽ ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ പരിശീലനം ജൂലൈ 8, 9, 10 തീയതികളിൽ നടത്തുന്നു. മൂല്യവർദ്ധിത ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനമാണ് ലക്ഷ്യം. ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരമാണ്. 2999 രൂപയാണ് രജിസ്ട്രേഷൻ തുക. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജൂലൈ 6 മുൻപ് ഫോണിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 703-453-2757. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ ടിപ്പർ ലോറിക്ക് പിറകിൽ ബൈക്ക് ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണ അന്ത്യം. ജില്ലയിലെ മികച്ച റോവർ സ്കൌട്ടിനുള്ള അവാർഡ് ഗവർണറിൽ നിന്നും ഏറ്റുവാങ്ങിയ യുവാവാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രി 7 മണിയോടെ പാലക്കാട് നിന്നും തൃശൂരിലേക്ക് വന്നിരുന്ന ടിപ്പർ ലോറി ടയർ പഞ്ചറായതിനെ തുടർന്ന് ദേശീയപാതയിലെ വെട്ടിക്കലിൽ നിർത്തി ടയർ മാറ്റിയിടുന്നതിനിടെ ഇതേ ദിശയിൽ വന്ന ബൈക്ക് ലോറിക്ക് പിറകിലിടിച്ചു. അപകടത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന രാമവർമ്മപുരം സ്വദേശി പണിക്ക് വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ 21 വയസ്സുള്ള അർജുനന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. തൃശൂരിലെ ആശുപത്രിയിൽ ഉടൻ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ 19-നാണ് ജില്ലയിലെ മികച്ച റോവർ സ്കൌട്ടിനുള്ള പുരസ്കാരം രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണറിൽ നിന്ന് അർജുൻ ഏറ്റുവാങ്ങിയത്. സംസ്ഥാന തലത്തിൽ ഒരു റോവർ സ്കൌട്ടിന് നേടാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് അർജുൻ സ്വന്തമാക്കിയത്. മികച്ച ഹാം റേഡിയോ ഓപ്പറേറ്ററും PG വൈദ്യുതി ഉൽപാദന കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരനും കൂടിയായിരുന്നു മരിച്ച അർജുൻ. അപകടത്തെ തുടർന്ന് മണ്ണുത്തി പോലീസും ഹൈവേ പോലീസും ദേശീയപാത റിക്കവറി വിഭാഗവും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു.
പാലക്കാട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, പാലക്കാട്, ആലത്തൂർ, ചിറ്റൂർ, ഒറ്റപ്പാലം, മണ്ണാർക്കാട് താലൂക്കുകളിൽ പ്രവർത്തിക്കുന്ന ലീഗൽ സർവീസസ് കമ്മിറ്റികളിൽ വിമുക്ത ഭടന്മാരായ പാനൽ അഭിഭാഷകരെയും പാരാ ലീഗൽ വോളണ്ടിയർമാരെയും നിയമിക്കാൻ അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷാ ഫോം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഓഫീസിൽ നിന്നും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റികളിൽ നിന്നും ലഭിക്കും. നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്ന വിമുക്ത ഭടന്മാരായ അഭിഭാഷകരിൽ നിന്നാണ് പാനൽ അഭിഭാഷകരെ തിരഞ്ഞെടുക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ഏതെങ്കിലും ബാറിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രാക്ടീസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, ജില്ലാ കോടതി സമുച്ചയം, പാലക്കാട് എന്ന വിലാസത്തിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0491 2505 665. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ പരിശീലനം നൽകാൻ പട്ടികജാതി യുവജനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. 21-നും 30-നും ഇടയിൽ പ്രായമുള്ള അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് അപേക്ഷിക്കാം. വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ജോലി നേടാൻ ആവശ്യമായ പ്രവൃത്തി പരിചയം നൽകുന്നതിനാണ് പദ്ധതി. BSc നഴ്സിംഗ് 10,000 രൂപ, ജനറൽ നഴ്സിംഗ് 8,000, MLT, ഫാർമസി, റേഡിയോഗ്രാഫർ തുടങ്ങിയ പാരാമെഡിക്കൽ യോഗ്യതയുള്ളവർ 8,000 രൂപ, എഞ്ചിനീയറിംഗ് 10,000, പോളിടെക്നിക് 8,000 രൂപ, മറ്റുള്ളവർ 7,000 രൂപ എന്നിങ്ങനെയാണ് വിവിധ യോഗ്യതകൾക്ക് പ്രതിമാസം ലഭിക്കുന്ന സ്റ്റൈഫൻഡ്. തൃശൂർ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളവർ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജാതി സർട്ടിഫിക്കറ്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, റേഷൻ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നീ രേഖകൾ സഹിതം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487 230 6031. റോഡ് പണിക്കായി റോഡരികിൽ സൂക്ഷിച്ച ഇരുമ്പ് കമ്പി മോഷ്ടിച്ച അസം സ്വദേശി റിമാൻഡിൽ. കുഴൂർ ഐരാണിക്കുളം റോഡിന്റെ സ്ലാബ് പണിക്കായി താണിശ്ശേരി പുത്തുരുത്തി ജംഗ്ഷനിൽ റോഡരികിൽ സൂക്ഷിച്ച കമ്പിയാണ് മോഷണം പോയത്. ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്ന അസം സ്വദേശി സാംസുൽ അലമയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജയദീപിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. തെക്കുംകര പഞ്ചായത്ത് ഞാറ്റുവേല ചന്ത വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. 4 വർഷമായി പെൻഷൻ തടഞ്ഞുവച്ചതിൽ പ്രതിഷേധിച്ച് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് ഫോറം നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. മാടക്കത്തറ പഞ്ചായത്ത് ഞാറ്റുവേല ചന്ത പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.